തനിച്ച് ലോകം സൃഷ്ടിച്ചവരൊന്നും തനിക്ക് വേണ്ടി മാത്രമുള്ള ലോകം സൃഷ്ടിച്ചവരായിരുന്നില്ല. ആഗ്രഹങ്ങളുടെ പരിധി മാത്രമല്ലെന്നേ അവയോടുള്ള സമീപനവും പ്രധാനമാണ്. സ്വന്തം സ്വപ്നങ്ങൾ ഉണ്ടാകണം. അതിനർത്ഥം സ്വന്തം കാര്യങ്ങൾക്കായി മാത്രം സ്വപ്നം കാണണമെന്നല്ല. ഞാനും എനിക്കും എന്നതിനേക്കാൾ ഉപരിയായി എല്ലാവർക്കും വേണ്ടിയെന്ന നിലപാടെടുക്കുന്നവരുണ്ട്. ഇവരാണ് സമൂഹത്തിൽ കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നവരും അംഗീകരിക്കപ്പെടുന്നവരും. കാരണം അവർ തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് കഷ്ടങ്ങൾ അഭിമുഖീകരിച്ചിട്ടും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിക്കും. അവരെ വളരെ ഉത്തരവാദിത്തമുള്ളവരായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. അവർ എവിടെയും സ്വീകാര്യരാകും. അവിടെ ത്യാഗമുണ്ട്, പരോപകാരമുണ്ട്, നിസ്വാർത്ഥതയുണ്ട്. നിസ്സഹായരായി പോകുന്ന മനുഷ്യർക്ക് തണലായി എത്തുന്നവർ, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവർ, കറപുരളാതെ നിറങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കായി ജീവിതം നെയ്യുന്നവർ.